ഇവിടുത്തെ ശുചിത്വ മിഷൻ എന്ന് പറയുന്ന വൃത്തികെട്ട കുറെ ജന്മങ്ങളും അവരെ താങ്ങുന്ന കുറെ CPM-കാരും അവരുടെ കൈയിട്ടുപാറലും സാമൂഹ്യദ്രോഹവും അവസാനിപ്പിക്കാതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. നമസ്കാരം. താമരശ്ശേരിയില് നാട്ടുകാരെല്ലാരും കൂടി ഒരു ഫാക്ടറിക്ക് തീയിട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. വലിയ സംഘർഷമാണ്. പോലീസുകാരും നാട്ടുകാരൊക്കെ വലിയ ഏറ്റുമുട്ടലിലാണ്. ഒരു മാലിന്യ സംസ്കരണ വളം ഉണ്ടാക്കാൻ വേണ്ടി കോഴി മാലിന്യം ഉപയോഗിക്കുന്ന, കോഴി വേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറിക്കാണ് ജനം തീയിട്ടേക്കുന്നത്. അതായത് വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മാലിന്യ പ്രശ്നത്തിന്റെ സ്മെല്ല് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, കോഴിപ്പീടിന്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റൂല. ഒരു കോഴിപ്പീടിന്റെ അടുത്തും പോറ്റ അടുത്ത് ചെന്ന് നിന്നാൽ തന്നെ അമ്മാതിരി സ്മെല്ലാണ്. കാര്യം വളരെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന സാധനമാണിത്. മറ്റു മാംസങ്ങളെ പോലെയല്ല കോഴി. അതിന്റെ വളർച്ച പോലെ തന്നെ 40 ദിവസത്തെ വളർച്ച കൊണ്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിലൊരു പ്ലാന്റ്, വളമാക്കി മാറ്റുന്ന ഒരു പ്ലാന്റ്, അത് കോഴി മാലിന്യം നന്നായി വേവിച്ച് പിന്നീട് അത് പൊടിച്ച് വളമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് പറയുന്നത്. ആ ഒരു പദ്ധതി നാട്ടുകാർക്ക് പ്രയാസമാണ്. ആ പ്രയാസമായത് കൊണ്ടാണ് ഇത്രയധികം ബഹളം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇത് ഈ സർക്കാരിന്, CPM സർക്കാരിന് കിട്ടിയിട്ടുള്ള വലിയൊരു പ്രഹരമാണ്. ഞാൻ ഇതിനു മുമ്പും പല വീഡിയോകൾ ഇതേ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ലോകത്ത് തന്നെ ഒരേ ഒരു പദ്ധതി, പേറ്റന്റ് എടുത്തിട്ടുള്ള ഒരു പദ്ധതി, മാലിന്യം ഈച്ചയോ കൊതുകോ മണമോ പൊടിയോ ഒച്ചയോ ബഹളമോ ഒന്നുമില്ലാതെ ഏത് മാലിന്യവും സംസ്കരിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി കണ്ടുപിടിച്ചത്, ഒരു സംവിധാനം കണ്ടുപിടിച്ചത് ഈ കേരളത്തിൽ അത് കുറച്ച് സ്ഥലത്ത് നടപ്പിലാക്കുകയും ചെയ്തു. അതിന് അവസാനമുണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരിൽ ചാപ്പാറയിലാണ്. ആ ചാപ്പാറയിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. കാരണം അവിടെ ഈ ചാപ്പാറയില് ആ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എല്ലാ മാലിന്യം ഉണ്ടാവും. അതിന്റെ അയൽപക്കത്തെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റൂല. ആ വെള്ളം ഒഴുകി സമീപത്തെ കിണറുകൾ നാശമാവും. പിന്നെ ആ സ്മെല്ല്, ഈച്ച, കൊതുക് എല്ലാം ഉണ്ട്. ആ സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഛർദി, കുട്ടികൾക്ക് വിവിധ രോഗങ്ങൾ, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ സ്കൂൾ മാറ്റി സ്ഥാപിക്കണോ, നടക്കുന്ന കാര്യമില്ലല്ലോ. ഇത്രയും വലിയ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഈ കൊടുങ്ങല്ലൂർ നഗരസഭ ഒരു പദ്ധതി, കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള KB ജോയി പേറ്റന്റ് എടുത്തിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്ലാന്റ് സ്ഥാപിച്ചു. അവിടെ തന്നെ ആ മാലിന്യം കൂട്ടിയിടുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് സംവിധാനങ്ങൾ ഒരുക്കി, ശക്തമായ കോൺക്രീറ്റ്, അതിൽ 2 കിണർ പോലെ 2 സംവിധാനങ്ങൾ ഒരുക്കി ഈ മാലിന്യങ്ങളെല്ലാം മണിക്കൂറുകൾ കൊണ്ട് വളമാക്കി മാറ്റി. മണിക്കൂറുകൾ കൊണ്ട്. അവിടെ കൊടുങ്ങല്ലൂർ ഭരണീന്റെ നാളിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുന്നത്. പരമാവധി ഒരു 1.5-2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സംസ്കരിച്ചെടുക്കാനുള്ള മാലിന്യം ഉള്ളത്. അതായത് ചാപ്പാറയിലുള്ള ഒരൊറ്റ പ്ലാന്റ് ഒരു അല്പം സ്ഥലം കൂട്ടിയെടുക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആ ചാപ്പാറ പ്ലാന്റ് മതി. അതായിരുന്നു ഇതിന്റെ വസ്തുത. അതായത് മാലിന്യം കൂട്ടിയിടുന്നില്ല. എവിടെയും മാലിന്യം കൊണ്ടുവന്ന് കൂട്ടിയിടുമ്പോഴാണ് പ്രശ്നം. എത്ര ചീഞ്ഞ മാലിന്യമായാലും കൊണ്ടുവന്ന് അവിടെ തട്ടുമ്പോഴുള്ള ആ 1 മിനിറ്റ് നേരത്തെ സ്മെല്ല് മാത്രമേ ഉണ്ടാവൂ. അത് തട്ടുന്ന, അതായത് വണ്ടി 1 മിനിറ്റ് ഉണ്ടാവില്ല. അതായത് വണ്ടിയിൽ നിന്ന് അവിടെ പ്ലാന്റിലേക്ക് തട്ടി വണ്ടിയിൽ നിന്ന് പൂർണ്ണമായും മാലിന്യം വീഴുന്നത് എത്ര സമയമാണോ അത്രയും സമയം മാത്രമേ, ചിലപ്പോൾ ഒരു 4-5 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാകട്ടെ പരിസര പ്രദേശത്തേക്ക് വ്യാപിക്കാനും പറ്റില്ല. അതിനുണ്ടാവില്ല. അതിനു മുമ്പ് അതിന്റെ മണം കെട്ടുപോകും. ആ നിലയിൽ ഒരു പ്ലാന്റ് അവിടെ ഉണ്ടായി. അവിടെ മാലിന്യം കൂട്ടിയിടുന്നില്ല. പ്ലാസ്റ്റിക് അതുപോലെ മറ്റുള്ളതൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അത് മെഷീൻ വേർതിരിച്ചോളും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിച്ചു. അത് അവിടുത്തെ നഗരസഭ തന്നെ അഭിമാനത്തോടെ അവർ വീഡിയോ ചെയ്തു. അവിടെ കൊതുകില്ല, ഈച്ചയില്ല, മണമില്ല, പൊടിയില്ല എന്ന്. അതായത് ഒരു തുള്ളി വെള്ളം പോലും എങ്ങോട്ടും ഒഴുകിയില്ല. എല്ലാവരും കിണറും ശുദ്ധമായി. സമീപത്ത് പ്രവർത്തിച്ചിരുന്ന സ്കൂളിലെ കുട്ടികൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതായത് കൊടുങ്ങല്ലൂരിൽ മാലിന്യം എന്നൊരു പ്രശ്നമേ ഇല്ലാതായി. അവിടെയാണ് CPM-ന്റെ ഒരു കുതന്ത്രം കൊണ്ടുവന്നത്. തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കൈക്കൂലി, ഈ അടിച്ചുമാറ്റൽ പണി ഇല്ല എന്നുണ്ടെങ്കിൽ നടക്കില്ലല്ലോ എവിടെയായാലും. അങ്ങനെ അടിച്ചുമാറ്റൽ പണിയായിട്ട് തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞ് തോമസ് ചെങ്കിൻ എന്ന് പറഞ്ഞ ഒരാള് പാറ്റന്റ് എടുത്തിട്ടുള്ള, അയാൾ തട്ടിപ്പോയത് കൊണ്ട് അയാൾ ഇനിയിപ്പോ വന്ന് ചോദിക്കാൻ പറയുന്നില്ലല്ലോ. അയാൾ പേറ്റന്റ് എടുത്തിട്ടുള്ള തുമ്പൂർ മൊഴി എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് നടപ്പിലാക്കി. അതായത് അവിടെ ഇവിടെയും ചില ഈ മഴ നനയുന്നിടത്ത് മുഴുവൻ തുമ്പൂർ മൊഴി നടപ്പിലാക്കേണ്ടത് ഓപ്പൺ ആയിട്ടല്ല, വെള്ളവും മഴയും വീഴുന്ന സ്ഥലത്തല്ല, ചാണകവും പച്ചിലകളും എല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടത്. അത് മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അവർ നടപ്പിലാക്കിയ രീതി മോശം. നഗരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് 4 പെട്ടി പോലെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ച് അതിനുള്ളിലേക്ക് ഈ മാലിന്യം കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി ആൾക്കാർ. അത് ചീഞ്ഞ് നാറി, നഗരം മുഴുവൻ നാറി. അതിനു വേണ്ടിയിട്ട്
ഈ പ്ലാന്റ് പൂട്ടി CPM DYFI ഉപയോഗിച്ചിട്ട് സമരം ചെയ്ത് അവിടെ മാലിന്യമാണ്, അവിടെ എന്താ പറയാ വെള്ളം ഒലിച്ചിറങ്ങുന്നു, കിണർ കേടുവരുന്നു, മുഴുവൻ ഈച്ചയാണ്, കൊതുകാണ്, മണമാണ്, ആകെ തുമ്പില്ലാതാക്കിയിട്ട്. സത്യത്തിൽ ഇത് പരിശോധിക്കാൻ ഒരു മന്ത്രി അവിടെ വന്നിരുന്നു. ആ മന്ത്രി നേരെ കൈകുത്തി നിന്നിട്ട് ചോദിച്ചു, നമുക്ക് പ്ലാന്റിലേക്ക് പോകാം, ഇവിടെ നിന്നാ പറ്റില്ലല്ലോ. അപ്പോഴാണ് സമീപത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, സാറേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പ്ലാന്റിലാണ്, പ്ലാന്റിന്റെ ഉള്ളിലാണ്, മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്, മാത്രമല്ല നിങ്ങൾ കൈകുത്തി നിൽക്കുന്നത് ഇവിടുത്തെ മാലിന്യത്തിലാണ് എന്ന് ഒരാൾക്ക് പറയേണ്ടി വന്നു. അതായത് അത്രയ്ക്ക് വൃത്തിയും വെടുപ്പുമുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്തത്. അത്തരത്തിലുള്ള സംവിധാനം ഈ കേരളത്തിൽ പേറ്റന്റ് എടുത്തൊരു മലയാളി നടപ്പിലാക്കിയപ്പോ അത് വെച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മുഴുവൻ തീരുമായിരുന്നു. ഒരു 1-2 ഏക്കറിലെ വലിയ കുറച്ച് പ്ലാൻ ഉണ്ടാക്കിയാൽ ഈ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ മാലിന്യങ്ങളും നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തന്നെ സംസ്കരിച്ച് അതിന്റെ പ്ലാസ്റ്റിക്കും അതിന്റെ മാലിന്യവും എല്ലാം നമുക്ക് കോടികൾ, ശതകോടികൾ, ഇപ്പൊ പറയുന്ന ഈ 4-5 ലക്ഷത്തോളം വരുന്ന ലക്ഷം കോടിന്റെ കടമുണ്ടല്ലോ, ആ കോടിയൊക്കെ ഒരൊറ്റ കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് നികത്തിയെടുക്കാൻ പാകത്തിനുള്ള പദ്ധതിയായിരുന്നു അത് പൊട്ടിച്ചു. പല വിദേശ രാജ്യത്തുമായിരുന്നു ഈ KB ജോയി പദ്ധതി കൊണ്ട് വന്നിരുന്നെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇയാളെ രാജാവിനെ പോലെ വാഴിച്ചാൽ. കാരണം അത്രത്തോളം വലിയൊരു പദ്ധതിയാണ്. ഈ മാലിന്യം എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുക, പ്ലാസ്റ്റിക് മാലിന്യം അടക്കം. ഒരു പ്ലാസ്റ്റിക് നിരോധനവും വേണ്ട, ഒരു പ്രശ്നം വേണ്ട, എല്ലാം കേസിൽ കെട്ടി ഈ പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം കൂടി കെട്ടിക്കേണ്ട ഒരൊറ്റ കൊണ്ടിടൽ ഇട്ടാൽ മതി. അതിൽ തന്നെ ജൈവമാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും വേർതിരിച്ച് അത് സംസ്കരിച്ച് എടുക്കും. ആ പ്ലാസ്റ്റിക് റീസൈക്കിളിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിലായി മാറി അതിനെ നമുക്ക് വിവിധ ഉൽപ്പന്നങ്ങളായി മാറ്റുന്ന നൂതന സാങ്കേതിക വിദ്യയും അവിടെ നടപ്പിലാക്കിയിരുന്നു. അത് സ്ഥാപിക്കാൻ സമ്മതിച്ചില്ല, അത് കരാറിലുള്ളതായിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു പദ്ധതി നടപ്പിലാക്കിയത്, കോട്ടയിലാക്കിയത്, നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള CPM ആണ്. കാരണം ഈ മാലിന്യം എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരിക്കണം. ഏത് ജനവാസ മേഖലയിലും എവിടെയും എത്ര ആൾക്കൂട്ടത്തിനിടയിലും ഒരു ലേശം സ്ഥലത്ത് ഈ പ്ലാന്റ് സ്ഥാപിക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാ. കാരണം ഒരാളുടെ അടുക്കളയിലേക്ക് ഇതിന്റെ സ്മെല്ല് കയറി വരില്ല, മാലിന്യം ഉണ്ടെന്ന് അറിയുക തന്നെയല്ല. അത് മാത്രമല്ല വലിയൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പരിസരത്ത് പിന്നെ ഈച്ച ഉണ്ടാവില്ല, ഈച്ചയോ കൊതുകോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് വരുന്ന ആ ലാർവ ഈച്ച ഫുള്ള് നശിച്ചു പോകും. ആ രീതിയിലൊരു പ്ലാന്റ് ആയിരുന്നു അത്. കൊടുങ്ങല്ലൂർ ചാപ്പാറ പ്ലാന്റിന്റെ പരിസരത്തുള്ളവർ ചോദിച്ചാൽ മനസ്സിലാവും. 6500 കോടി രൂപ അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ ചാപ്പാറ പ്ലാന്റ് പൂട്ടിയത്. അത് ഞാനത് പൊളിച്ചത്. അന്ന് ആ തുമ്പൂർ മൊഴി നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവകക്ഷി യോഗത്തിൽ സംസാരിക്കാൻ വിളിച്ചതിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ 10,000 രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന്, പിന്നെ 3500 ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. 3500 ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് 1000 രൂപ കിട്ടും. കാര്യം 2500 രൂപ മതി കിട്ടാൻ. 1 കോടി ബിന്നുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര കോടി കിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. 1 കോടി × 1000, അതാണ് എന്റെ വരുമാനം. ഇനി 50 ലക്ഷം ബിന്നുണ്ടാക്കി കഴിഞ്ഞാലും എനിക്ക് അത്രയും ലാഭമുണ്ട്. ഞാനൊരു ശതകോടീശ്വരനായി മാറിയനെ. 1 കോടി ബിന്നുണ്ടാക്കിയാൽ 1 കോടി × 6500 ലാഭം വരുന്നത്. 6500 കോടി അടിച്ചു മാറ്റാനുള്ള പദ്ധതിയായിരുന്നു ഇവരവിടെ നടപ്പിലാക്കിയത്. അത് പൊളിച്ചിട്ടതോടുകൂടി ആ പദ്ധതി ഉപേക്ഷിച്ചു, എല്ലാം അവസാനിപ്പിച്ചു. പിന്നെ ഈ അടുത്ത കാലത്ത് വീണ്ടും അത് പൊക്കി പിടിച്ചോണ്ട് വന്നു. എത്ര കോടി മുക്കിയെന്ന് എനിക്ക് അറിയില്ല, എത്ര കോടി മുക്കിയെന്ന്. ഈ കാര്യം പറയാനായി ഞാൻ മന്ത്രിയുടെ അടുത്ത് ചെന്ന സമയത്ത്, അതായത് ചാപ്പാറ പ്ലാന്റ് എന്ന് ചെന്ന് കാണണം, കേരളത്തിൽ മുഴുവൻ ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മന്ത്രിയുടെ അടുത്ത് ചെന്ന സമയത്ത് അവിടെ ചൈനയിൽ നിന്നൊരു സ്ട്രീറ്റ് ലൈറ്റ്, LED സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് ഒരു മഹാൻ വന്ന് കാത്തു നിൽക്കുന്നത് കണ്ടു. അത് പിന്നെ മന്ത്രിയുടെ മണ്ഡലത്തിലും ആ പരിസരങ്ങളിലൂടെ നടപ്പിലാക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞത് അതേ മന്ത്രി ഇടപെട്ട് തന്നെ പൂട്ടുകയും ചെയ്തു. അതായത് ഇവിടെ ജനങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്നല്ല, അതിലൂടെ CPM സമ്മതിക്കില്ല. അവർക്ക് അവരുടെ പോക്കറ്റിലേക്ക് കാശ് വീണോ, അതിന് ഏതൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നോക്കും. താമരശ്ശേരിയിൽ നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭത്തെ ഞാൻ എതിർക്കുന്നില്ല. അത് അവരുടെ പ്രയാസം, അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടുക തന്നെ വേണം. പക്ഷെ ഫലപ്രദമായ സൗകര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ സർക്കാർ CPM ആണ് അന്ന് ഈ തെണ്ടിത്തരം കാണിച്ചത് എന്നതുകൊണ്ട് അതേ CPM ചെന്ന് ജോയിന്റെ കാല് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അയാളെ പദ്ധതി നടപ്പിലാക്കിയെന്ന് വീണ്ടും തുറന്നു വരും. ഇപ്പൊ തുരുമ്പെടുത്ത് പോവുക, അതൊന്നും നടപ്പിലാക്കിയാൽ മതി. എത്ര കോടി കേരളത്തിലേക്ക് ഒഴുകുന്നറിയാം. കേരളത്തിൽ എവിടെയും മാലിന്യം, ലോകത്ത് ഒരു മാലിന്യം എവിടെ വലിച്ചെറിയാത്ത, എവിടെയും ഇല്ലാത്ത ശാന്തസുന്ദരമായ, നമ്മൾ പറയില്ലേ ഗോഡ്സ് ഓൺ കൺട്രി എന്ന്, അതായി തീരാൻ നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. പക്ഷെ ചെയ്യൂല. ഇവിടുത്തെ ശുചിത്വ മിഷൻ എന്ന് പറയുന്ന വൃത്തികെട്ട കുറെ ജന്മങ്ങളും അവരെ താങ്ങുന്ന കുറെ CPMകാരും അവരുടെ കൈയിട്ടുപാറലും സാമൂഹ്യദ്രോഹവും അവസാനിപ്പിക്കാതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. Different angles. Don't forget to subscribe and support this channel.